ഹേ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഇയർബഡാണ് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. റിയൽമിയുടെ സൈഡിൽ നിന്ന് വരുന്ന റിയൽമി ബഡ്സ് എയർ 3 നിയോ എന്ന് പറയുന്ന ഒരു 2000 രൂപയ്ക്ക് താഴെ നിൽക്കുന്ന ഒരു TWS ഇയർബഡാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറേ പേരുകൾ റിവ്യൂസ് കണ്ടതിന് ശേഷം നമ്മൾ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിനാണ് പർച്ചേസ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു മാസത്തോളമായി. ഞാനപ്പോൾ അവൻ്റെ റിവ്യൂ പിന്നെ ഞാനൊരു ആഴ്ചത്തോളമായി യൂസ് ചെയ്യുന്നു. അതിനുശേഷം എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങളൊരു TWS വയർലെസ് ആയിട്ടുള്ള ഹെഡ്ഫോൺ നിങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് വരുന്ന ഫ്ലിപ്കാർട്ട് ഇതാണ് വരുന്ന കേസ്. അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് എന്നുണ്ടെങ്കിൽ 1999 രൂപയാണ്. ഇത് ഇറങ്ങിയ സമയത്ത് ഇതിനേക്കാൾ ഇത്തിരി പൈസ കുറവായിരുന്നു. ബട്ട് ഇതിന് ശേഷം ഇത്തിരി പൈസ കൂടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് ഓഫർ ടൈമിലൊക്കെ വരുമ്പോൾ 1799 രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിന് ഫസ്റ്റ് നമുക്കൊന്ന് തോന്നുന്നത് ഇത് 2 കളറിലാണ് വരുന്നത്. ഒന്ന് ഗാലക്സി വൈറ്റ് എന്നൊരു കളറും പിന്നെ വരുന്നത് ഈ ബ്ലൂ കളറിലാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ബ്ലൂ കളറാണ് അതിനേക്കാളും കമ്പയർ ചെയ്തപ്പോൾ ഇത്തിരി കൂടി ഭംഗി തന്നത്. അപ്പോൾ ഇത് ഓർഡർ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുകളിലത്തെ ഈ ടോപ്പ് ഉണ്ടല്ലോ അത് ഫുള്ള് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഇതിന് ഇത്തിരി ബലം കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു എനിക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ നമുക്ക് ആ ബലം കുറവുള്ളത് കൊണ്ട് തന്നെ ഇതിപ്പം പിടിച്ച് ഞെക്കുന്ന സമയത്ത് ഈ മേൽഭാഗം ഇങ്ങനെ പ്രസ് ആവുന്നു, ബലം കുറഞ്ഞ പ്ലാസ്റ്റിക്കിന്. അത് മാത്രമാണ് ഇതിൻ്റെ ഒരു എനിക്ക് ഇത്തിരി നെഗറ്റീവായിട്ട് പറയാനുള്ളത്. അടിയത്തെ സൈഡിൽ തന്നെ നല്ല സൂപ്പറാണ്. ഒരു മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ നല്ല കാണാനും ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഈ ഹെഡ്സെറ്റിന് അധികം വെയിറ്റ് ഒന്നുമില്ല. കൂടി ഒന്ന് ഒരു 50 ഗ്രാമിന് താഴെയൊക്കെ ഉണ്ടാവുള്ളൂ. കൂടി ഒരു 30-35 ഗ്രാമൊക്കെയാണ് വരുന്നതെന്ന് തോന്നുന്നു. അത്രയ്ക്ക് റേഞ്ച് വരുന്നത് ഞാൻ നോക്കി കറക്റ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിൽ നോക്കി നമുക്ക് വെറുതെ യൂസ് ചെയ്യുന്ന സമയത്ത് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ ഈ ഹെഡ്സെറ്റിൻ്റെ ഫസ്റ്റ് ഞാനിത് തുറന്ന് ഇത് കാണിച്ചു തരാം. ഹെഡ്സെറ്റ് എന്ന് കാണുമ്പോൾ ഒരു ഹെഡ്സെറ്റ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഈ ഇയർബഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു 45 ഡിഗ്രിയിൽ ഒരു ചെറിയൊരു ചെരിവോട് കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് വയ്ക്കുമ്പോൾ ചവിട്ടിൽ വളരെ കംഫർട്ടാണ് കേട്ടോ. ദൂരെ വീഴോ എന്നുള്ള ഒരു ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട. കറക്റ്റായിട്ട് നമുക്ക് ജിമ്മിനൊക്കെ പോകുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇയർബഡാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് 2000 രൂപയ്ക്ക് താഴെയുള്ള TWS കുറേ ടൈപ്പ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതിനെ കമ്പയർ ചെയ്യാൻ സാധിക്കുന്ന വേറൊരു TWS എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പോൻ്റെ ഒരു TWS ഉണ്ട്. അത് ഇതായിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന അതേ പ്രൈസ് റേഞ്ചിൽ വരുന്നത്. ഇതിനേക്കാൾ ഇത്തിരി കൂടി കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ അതേ റേഞ്ചിൽ വരുന്നതാണ്. ഞാനപ്പോൾ അതിൻ്റെയും റിവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്പയർ ചെയ്ത സമയത്ത് എനിക്കിതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ആസ് റിവ്യൂവർ ഞാൻ കണ്ട സമയത്ത് കുറേ യൂട്യൂബ് വീഡിയോസ് കണ്ട സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് അത് എക്സാക്ട്ലി സെയിം തന്നെയാണെന്നാണ് എനിക്ക് ഇത് യൂസ് ചെയ്തതിന് ശേഷം മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിൽ അത്യാവശ്യം നമ്മൾ സാധാരണത്തിനേക്കാൾ അപേക്ഷിച്ച് സാധാരണ ഹെഡ്ഫോൺ ഇപ്പോൾ ഒപ്പോൻ്റെ ഒക്കെ പറഞ്ഞ സമയത്ത് ഇത്തിരി കൂടി ബേസ് കുറവാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ബാലൻസ് മോഡാണ്. ഇതെനിക്ക് വെച്ച സമയത്ത് നല്ല രീതിയിലുള്ള ബേസ് കിട്ടുന്നുണ്ട്. ബട്ട് ട്രബിൾ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ബോർഡിൻ്റെ ഹെഡ്സെറ്റൊക്കെ നമുക്ക് നോക്കുന്ന സമയത്ത് ബേസ് കൂടുതലാകുന്ന സമയത്ത് ട്രബിളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ പാട്ടില്ലാണ്ടാവുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ബട്ട് ഇതിൽ ബേസിനോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ട്രബിൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു നല്ലൊരു പോയിൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പറയേണ്ട കാര്യം ബാറ്ററീനെ കുറിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ ഒരു വട്ടം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് 460 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ സെപ്പറേറ്റ് ഇതിൻ്റെ ഉള്ളിൽ എത്രയാണ് ഈ ബഡിൻ്റെ എത്രയാണെന്ന് ഞാൻ നോക്കിയിട്ട് കാണാൻ സാധിച്ചില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും സെപ്പറേറ്റ് ഇതിൻ്റെ ഉള്ള ബാറ്ററിയുടെ അളവ് എത്രയാണ് mAh എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഈ വീഡിയോന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കമ്പനി പറയുന്നത് 30 അവർ നമുക്ക് ഇതിൻ്റെ ഉള്ള ബാറ്ററി ബാക്കപ്പ് ഈ കേസിന് കിട്ടുമെന്നും സെപ്പറേറ്റ് ഈ സാധനത്തിന് പ്ലേ ബാക്ക് ടൈം 7 മണിക്കൂർ കിട്ടുമെന്നാണ് പറയുന്നത്. ഞാൻ യൂസ് ചെയ്ത സമയത്തൊക്കെ നമുക്കൊരു 25 മണിക്കൂറൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് യൂസ് ചെയ്യാം. നമ്മൾ സാധാരണ യൂസർ നോക്കി നമ്മൾ അങ്ങനെ ഒരിക്കലും 25 മണിക്കൂർ 30 മണിക്കൂറൊന്നും നമ്മൾ നോക്കുന്നില്ല. ഒരു വട്ടം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 4 ദിവസത്തോളം നമുക്ക് വേറെ രീതിയിൽ ചാർജ് ചെയ്യാം. എൻ്റെ ഒരു യൂസ് അനുസരിച്ച് ഒരു ദിവസത്തെ ഞാൻ മാക്സിമം ടൈം കണക്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ സമയം പാട്ടൊന്നും കേൾക്കില്ലല്ലോ. അപ്പോൾ ഒരു സാധാരണ യൂസറിന് അത്യാവശ്യം നല്ല രീതിയിൽ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും ആണെങ്കിലും ഒരു 4 ദിവസത്തിൽ ഒരു വട്ടം ചാർജ് ചെയ്യാൽ മതി. അപ്പോൾ അത്രത്തോളം പ്ലേ ബാക്ക് ടൈം നമുക്കിത് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഉള്ളിൽ റിയൽമി ലിങ്ക് ആപ്പ് ത്രൂ നമുക്കിത് കണക്ട് ചെയ്യാവുന്നതാണ് അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് അതിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് സ്റ്റേബിളും ഇത്തിരി ബൂസ്റ്റ് ചെയ്യാനും ബാസ് ബൂസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ള ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ
ഡോൾബി ഇഫക്റ്റ്, നമുക്ക് ഡോൾബി ആറ്റംസിൻ്റെ ഇഫക്റ്റ് കിട്ടുന്നുണ്ട്. ഈ ഇഫക്റ്റ് കിട്ടണമെങ്കിൽ വേറൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ ഉള്ളിൽ ഡോൾബി അറ്റ്മോസ് സൂട്ടബിൾ ആയിരിക്കണം. അതിൽ അവൈലബിൾ ആണെങ്കിൽ മാത്രമാണ് ഈ ഇഫക്റ്റ് നിങ്ങളുടെ ഈ ഹെഡ്സെറ്റ് കിട്ടുള്ളൂ. അല്ലാത്ത സ്മാർട്ട് ഫോൺ ആണെങ്കിൽ നമുക്ക് ഡോൾബി ആറ്റത്തിൻ്റെ ഇഫക്റ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അല്ലാത്ത സ്മാർട്ട് ഫോണിലും ഉള്ള സ്മാർട്ട് ഫോണിലും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഡോൾബി ആറ്റത്തിൻ്റെ വലിയൊരു മാറ്റം തന്നെ നമുക്ക് സോങ്സ് കേൾക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ TV ഷോസ് അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ മൂവീസ് കാണുന്ന സമയത്ത് വളരെ ഇഫക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ AC ഓഫ് ഫീച്ചറൊക്കെ ഉണ്ട്. അപ്പോൾ 2000 താഴെ എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു ഹെഡ്ഫോണിൽ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക TWS ഹെഡ്ഫോണിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല ഡോൾബി ആറ്റത്തിന്. ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ എനിക്ക് വേറൊരു പോയിൻ്റ് ഇതിലൂടെ പറയാനായിട്ടുള്ളത്, ഈ സ്മാർട്ട് ഫോണിൻ്റെ ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റിയൽമി ബഡ്സ് എയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ നിയോ ഉണ്ടായിരിക്കില്ല. നിയോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറഞ്ഞ മുകളിലാണ്. അതിന് വരുന്ന ഒരു 4000 രൂപയാണ് വരുന്നത്. ആസ് കമ്പയർഡ് ടു ഇതിന് വലിയ വ്യത്യാസമൊന്നും ഇല്ല. നോയ്സ് ക്യാൻസലേഷൻ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം. എന്നാലും എനിക്കിത് യൂസ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ കോൾ ചെയ്യുന്ന സമയത്തോ അങ്ങനത്തെ ഒരു കാര്യത്തിലോ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ കേൾക്കാനോ, നമ്മൾ പറയുന്നത് അവർക്ക് കേൾക്കാനോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഞാൻ ഇതിന് മുന്നേ കുറേ ഹെഡ്ഫോണുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ എനിക്ക് വരുന്നൊരു പ്രോബ്ലം എന്ന് തന്നെ പാട്ടൊക്കെ സൂപ്പറായിട്ട് കേൾക്കാൻ സാധിക്കും. നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കേൾക്കാതിരിക്കാനുള്ള, ചില സമയം നമ്മൾ പറയുന്നത് കേൾക്കാതിരിക്കും, നമ്മളൊന്നും കൂടി ഒച്ചയിൽ കൂടുതൽ പറയേണ്ട അവസ്ഥയൊക്കെ വരാറുണ്ട്. അതെന്തായാലും ഇതിനില്ല, നിങ്ങൾക്ക് പെർഫെക്റ്റ്ലി ആണ്. പിന്നെ ലാഗ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ബ്ലൂടൂത്തിൻ്റെ 5.2 ആണ്. 5.3 ഇപ്പോൾ അവൈലബിൾ ആണ്. ബട്ട് ഇതെനിക്ക് ഓക്കെ ആയിട്ടാണ് ഫീൽ ചെയ്തത്. അത്ര വലിയ ലേറ്റൻസിയോ ഗെയിം കളിക്കുന്ന സമയത്ത് അങ്ങനെ ലേറ്റൻസി ഒന്നും ഇല്ല. ഇതിൻ്റെ ഉള്ള ഗെയിം ബോർഡ് വരെയുണ്ട്. ഗെയിം മോഡ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പറയുന്നത് 88 ms ഡിലേ മാത്രമാണ് വരുന്നത്. അപ്പോൾ വളരെ ചെറുതാണ്. അപ്പോൾ ഗെയിം കളിക്കുന്ന സമയത്തൊന്നും നിങ്ങൾക്ക് അത്രത്തോളം ഒന്നും പ്രശ്നങ്ങളൊന്നും വരാനായിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കൊരു TWS ഹെഡ്ഫോൺ, അല്ലെങ്കിൽ ഹെഡ്ഫോൺ എന്നല്ല, ഇയർബഡ് നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് 2000 താഴെ വാങ്ങാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ബഡായിരിക്കും ഇത് റിയൽമിയുടെ സൈഡിൽ നിന്ന്. ഇതിൻ്റെ ഉള്ള ആപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ള പല സെറ്റിങ്സുകളും മാറ്റാൻ സാധിക്കും. ഇതിൻ്റെ ഉള്ള ഓൾറെഡി നിങ്ങൾക്ക് അറിയായിരിക്കും ഇതിൻ്റെ ടച്ചിൻ്റെ ഒക്കെ കാര്യങ്ങൾ. ഇപ്പോൾ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് വരുന്ന കാര്യം, ഡബിൾ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാട്ട് മാറും, പിന്നെ 1 ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പാട്ട് നിൽക്കും. അത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിലും അവൈലബിൾ ആണ്. അതെനിക്ക് ചില സമയത്ത് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ ചിലപ്പോൾ അങ്ങനെ കിടക്കുന്ന സമയത്തൊക്കെ ടച്ച് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പാട്ട് നിൽക്കുന്നു, അങ്ങനത്തെ ഒരു ചെറിയ ഫീൽ ചെയ്യാറുണ്ട്. എത്ര പേർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇതോടെ അവസാനിപ്പിക്കുകയാണ്. ആരെങ്കിലും ഈ ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.